ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്ന് സംസാരിക്കുന്നത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി അനീമിയനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഫോളേറ്റ് ഡെഫിഷ്യൻസി അനീമിയ ഉണ്ട്, അതുപോലെ അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ട്. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി അനീമിയയെ കുറിച്ചിട്ടാണ്. ഈ വൈറ്റമിൻ B12 എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ശ്വേതരക്താണുക്കളായാലും ചുവന്ന രക്താണുക്കളായാലും നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ് ആയാലും ഇതിൻ്റെയൊക്കെ നിർമ്മാണത്തിന് വളരെ ഇമ്പോർട്ടൻറ്റ് റോളാണ് B12 വഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ കുറേ ആൾക്കാരിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല, എന്നാൽ ചിലവരിൽ ക്ഷീണവും കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ ഡെഫിഷ്യൻസി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവരിലാണ് ഏറ്റവും കൂടുതൽ B12 ഡെഫിഷ്യൻസി വരുന്നത്. ഇനി നെക്സ്റ്റ് കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ വയസ്സാവുന്നതോറും നമ്മുടെ സ്റ്റൊമക് ആസിഡ്, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ലോ ആയി വരും. അപ്പോൾ നമുക്ക് വൈറ്റമിൻ B12 അബ്സോർപ്ഷൻ ശരിക്കും കുറയും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ, നമുക്ക് ഇടയ്ക്ക് അസിഡിറ്റി, ആസിഡ് റിഫ്ലക്സ് ഇതൊക്കെ വരുന്നവരാണെങ്കിൽ അവർക്ക് സ്റ്റൊമക് ആസിഡ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ അവർക്ക് ഈ പ്രോട്ടീൻ, അനിമൽ പ്രോട്ടീനൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ സ്റ്റൊമക് ആസിഡാണ്. അപ്പോൾ B12 അബ്സോർപ്ഷൻ കുറയും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്റ്റൊമക് ആസിഡ് കൂട്ടേണ്ടതെന്ന് നെക്സ്റ്റ് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. ഇനി അടുത്ത കാരണം എന്ന് പറയുമ്പോൾ ആൽക്കഹോൾ ഒരു കാരണമാണ്, സ്മോക്കിംഗ് ഒരു റീസണാണ്, പിന്നെ സിങ്ക് ഡെഫിഷ്യൻസി ഒരു റീസണാണ്, പിന്നെ എച്ച് പൈലോറി ഇൻഫെക്ഷൻ ഒരു റീസണായിട്ട് വരും, പിന്നെ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഒരു റീസണാണ്. നമുക്ക് ആഗിരണം കുറയ്ക്കും. അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ അൾസേഴ്സ് ഉള്ളവർക്ക്, പിന്നെ ജങ്ക് ഫുഡ് കഴിക്കുന്നവർക്ക്, പിന്നെ ആസ്പിരിൻ എടുക്കുന്നവർക്ക്, ഈ കാരണങ്ങളൊക്കെ നമ്മുടെ വൈറ്റമിൻ B12 അബ്സോർപ്ഷന് ഒരു തടയിടുന്നതാണ്. പിന്നെ നമുക്ക് വൈറ്റമിൻ B12 അടങ്ങിയ ഫുഡ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഞാൻ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. കക്കറിശിയിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ B12 അടങ്ങിയിരിക്കുന്നത്. നമ്മൾ ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. B12 അടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു എത്രത്തോളം അടങ്ങിയിട്ടുണ്ടെന്ന് ഞാനിവിടെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ലോ സ്റ്റൊമക് ആസിഡ്, അതായത് എപ്പോഴും അസിഡിറ്റി, അതേപോലെ തന്നെ ആസിഡ് റിഫ്ലക്സ്, അവർക്കൊക്കെ ഒരു എങ്ങനെയാണ് സ്റ്റൊമക് ആസിഡ് നമുക്ക് കൂട്ടാൻ, നാച്ചുറലി എങ്ങനെയാണോ കൂട്ടാന്നുള്ളതാണ് നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹെൽത്തി, ബൈ.